കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ പ്രഭാതത്തിൽ വീണ്ടും പ്രഭാത ചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിത്തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രഭാത ചിന്തയ്ക്കായി കാതോർത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയുടെ പ്രമേയം പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്നുള്ളതാണ്. ആ ശുശ്രൂഷയിൽ പ്രധാനമായും 5 വിധ ശുശ്രൂഷകരെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ പ്രവാചകന്മാരെ കണ്ടു, അപ്പോസ്തലന്മാരെ കണ്ടു, ഉപദേഷ്ടാവിനെ കണ്ടു. 4ാമത്തെ ഗണത്തിൽപ്പെട്ട ഇടയ പരിപാലന ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് 5 വിധ ഉത്തരവാദിത്തങ്ങളുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളായി 4 ഉത്തരവാദിത്തങ്ങൾ വളരെ ശാന്തമായും ലളിതമായും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രഭാതത്തിൽ നമ്മൾ അതിൻ്റെ 5ാമത്തെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഈ 5ാമത്തെ ഉത്തരവാദിത്തം പറഞ്ഞ് നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സുവിശേഷകൻ എന്ന പദത്തെ ആസ്പദമാക്കിയായിരിക്കും. അതുകൊണ്ട് ഏവർക്കും പ്രാർത്ഥനയോടെ നമുക്ക് കാതോർക്കാം. ഈ പ്രമേയത്തിൽ 5ാമത്തെ ഉത്തരവാദിത്തം എന്താണ്? അത് കണക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയോട് ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരായി ജാഗരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജാഗരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഇടയന്മാരുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ ജനത്തിൻ്റെയും ഓരോ ആത്മാക്കളുടെയും കണക്ക് നമ്മുടെ ഉടയവൻ ചോദിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പഴയ നിയമത്തിൽ നിന്ന് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്ര സംഭവം യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യോശുവയുടെ നേതൃത്വത്തിൽ 600,000 വരുന്ന ഇസ്രായേൽ ജനത യെരിഹോവിൻ്റെ ആ പട്ടണം പിടിക്കുവാനായി വരുമ്പോൾ അവരുടെ മുൻപിൽ മാർഗതടസ്സമായി നിന്നിരുന്ന ഒന്നാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. അങ്ങനെ ആ യോർദാൻ നദി അവർക്ക് മാർഗതടസ്സമായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കൂ, അവിടെ പുരോഹിതന്മാർ എത്തപ്പെടുകയാണ്. എങ്ങനെയുള്ള പുരോഹിതന്മാർ? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ. ആ പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് ആ യോർദാൻ്റെ ആ നദിയിൽ, അതിൻ്റെ ആ വെള്ളത്തിൽ അവരുടെ ഉള്ളംകാല് ചവിട്ടിയപ്പോൾ ആ യോർദാൻ നദി ചിറ പോലെ നിന്നു. ഈ 600,000 വരുന്ന ഇസ്രായേലിൻ്റെ ജനത അക്കരെ കടക്കുവോളം ഈ പുരോഹിതന്മാർ ആ വെള്ളത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പ്രിയരെ, ഒരു ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒന്നല്ല, ഒരു നിസാരവൽക്കരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയല്ല. പിന്നെയോ ശ്രേഷ്ഠവും വളരെ ഉത്തരവാദിത്വവും വളരെ ജാഗരൂകരായി ഇരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ എന്തിനാണ് യോശുവയുടെ ആ പുസ്തക ചരിത്രത്തിലെ താളുകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അത്രയും ജനം കടന്ന് അക്കരെ എത്തുന്നത് വരെ അവിടെ തോള് കഴച്ചാലും കാലും കഴിച്ചു മുറിഞ്ഞാലും അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്ത നിലയിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് അവരെ അവിടെ ഏൽപ്പിച്ചത്. ശ്രദ്ധിക്കൂ, ആ ജനം കടന്ന് അക്കരെ എത്തുന്നത് വരെ അവർക്കൊരു അപായവും ഉണ്ടാകാതെ, അവർക്കൊരു വേദനയും വരാതെ, അവർക്കൊരു ഭാരവും നേരിടാതെ അവരെ സുരക്ഷിതമായി യോർദാൻ അക്കരെ ഈ പുരോഹിതന്മാർ എത്തിച്ചെങ്കിൽ അതേ ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമത്തിലെ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. തങ്ങളുടെ പക്കൽ മേയ്ക്കുവാനായി ഏൽപ്പിക്കപ്പെട്ട ആ ആട്ടിൻകൂട്ടത്തെ
അവർക്ക് വേണ്ടി ജാഗരിക്കുക എന്നുള്ളത് ഇടയൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണ്ടി നിരന്തരം ജാഗരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയും ചെയ്യുന്ന ഒരിടയ ശുശ്രൂഷയാണ് വിജയം കൈവരിക്കുന്നത്. പല ഇടയന്മാരും പല ഇടങ്ങളിലും ഇരുന്നിട്ട് ദൈവസഭയെ നാനാഭിഷേകമാക്കുമ്പോൾ, ചിഹ്ന ഭിന്നമാക്കുമ്പോൾ, ആത്മാക്കളെ നാല് തട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു യഥാർത്ഥ ഇടയ പരിപാലന ശുശ്രൂഷയ്ക്കായി വിളിയുള്ള ദൈവദാസന്റെ ദൈവസഭ ചിഹ്ന ഭിന്നമാകുകയല്ല, ചിതറിപ്പോകുകയല്ല. ആട്ടിൻ കൂട്ടം അവിടെ പെരുകയാണ്. അവിടെ ആത്മാക്കളുടെ ഗണമുണ്ടാകുകയാണ്. അവിടെ ആത്മാക്കൾ വർദ്ധിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി, അവരെ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അവരുടെ മുൻപിൽ മാതൃകയുള്ളവരായി അവരെ പരിപാലിക്കുവാൻ, അവരെ കാക്കുവാൻ, അവരെ മേയ്ക്കുവാൻ, അവർക്ക് തക്ക സമയത്ത് തീറ്റി കൊടുക്കുവാൻ കഴിയുന്ന ഒരിടയനായി നമുക്ക് മാറാം. ആകയാൽ നാം ഇതിനെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടുന്നവരാണ്. ആ കണക്ക് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മെ ഏൽപ്പിച്ച് ആ കണക്ക് തിരികെ നാം ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കൈകളും കാലുകളും ബലപ്പെട്ടിരിക്കട്ടെ. നമ്മുടെ ശിരസ് ആ ക്രിസ്തുവിൻ്റെ മുൻപാകെ ഉയർന്നിരിക്കട്ടെ. ആകയാൽ ഈ പ്രഭാതത്തിൽ ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ പ്രഭാത ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുവാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുമോ? കാരണം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത്, എൻ്റെ ഈ ഓരോ ദിവസവും ഞാൻ അയക്കുന്ന പ്രഭാത ചിന്തയ്ക്കകത്ത് ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദയവായി നിങ്ങൾ ആ കാര്യത്തിൽ സഹകരണം കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.